ശ്രവണകുമാരൻ ആരാണെന്നറിയോ? ദശരഥ മഹാരാജാവ് ശ്രവണകുമാരനെ അറിയാതെ കൊലപ്പെടുത്തി. അപ്പോൾ മനസ്സിലായില്ലേ ആരായിരിക്കും ശ്രാവണകുമാരൻ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ശ്രാവണകുമാരൻ്റെ മാതാപിതാക്കളായിരുന്നു ശാന്തനുവും ജ്ഞാനവതിയും. അവർ സന്യാസിമാരായിരുന്നു. അവർ രണ്ടുപേരും അന്ധരായിരുന്നു. വൃദ്ധരായ അവരുടെ ആത്മാവ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പുണ്യസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഈ ശ്രാവൺ ആഗ്രഹിച്ചു. അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നറിയോ? ഒരു മുളം കമ്പിൻ്റെ രണ്ടറ്റത്തും കൊട്ട കെട്ടി അതിലിരുത്തിയാണ് കൊണ്ടുപോയിരുന്നത്. ഒരു ദിവസം അവർക്ക് ദാഹിച്ചു. വെള്ളം എടുക്കുന്നതിന് വേണ്ടി അടുത്ത പൊയ്കയിലേക്ക് പോയി. അവിടെ വെള്ളം കുടത്തിൽ മുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ദശരഥ മഹാരാജാവ് അതിലെ വരികയായിരുന്നു. ഏതോ മൃഗമാണെന്ന് കരുതി അമ്പെയ്തു. അമ്പ് ഈ ശ്രവണകുമാരൻ്റെ ദേഹത്ത് കൊണ്ടു. അപ്പോൾ ശ്രവണകുമാരൻ കാര്യമെല്ലാം പറഞ്ഞു. ചോരയൊക്കെ വാർന്നൊലിച്ചു. എൻ്റെ അമ്മയും അച്ഛനും അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. അവരെ ചെന്ന് കാണണമെന്നും വെള്ളം കൊടുക്കണമെന്നും പറയും. ദശരഥൻ അവരുടെ അടുത്തേക്ക് ചെന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞെങ്കിലും അവർ ദശരഥനെ ശപിച്ചു. പുത്രദുഃഖത്താൽ നീയും മരിക്കും എന്നായിരുന്നു ശാപം. അത് ദശരഥന് അനുഭവിക്കേണ്ടി വന്നു. രാമൻ കാട്ടിൽ പോയ അവസരത്തിലാണല്ലോ ദശരഥൻ രാമനെ കാണാതെ മരിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ അറിയുക. പഞ്ചാബി നാടോടി കഥകളിൽ പറയുന്നത് ഈ ശ്രവണൻ്റെ അമ്മ ദശരഥ മഹാരാജാവിൻ്റെ അകന്ന ബന്ധുവാണെന്നാണ്. എല്ലാവർക്കും കഥകളൊക്കെ അറിയാം. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.